Good morning to all. Good morning, ma'am. Good morning, ma'am. Good morning. Okay, start here. Start with prayer, word of the day, and sign it. Prayer. Heavenly Father, thank you for this new day and for the chance to learn. Please bless our teachers, classmates, and all who guide us. Help us focus, listen well, and do our best in everything today. Give us patience, understanding, and a kind heart towards others. May we bring you honor in all we do. Amen. Sign in. Good morning, ma'am, and everyone. Today, I'm very happy to see you together here, and also thank you all for joining here today. First of all, I would like to welcome our Ashidi ma'am for sharing the information about what we learned, and also I would like to extend my warm welcome to my classmates. Thank you again, and have a nice day. Good morning, all. Today's thought. നിങ്ങൾ ഒന്നിനെയും അമിതമായി സ്നേഹിക്കരുത്, നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരും. നിങ്ങൾ ഒന്നിനെ പറ്റിയും അമിതമായി ആലോചിക്കരുത്, നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടും. നിങ്ങൾ ഒന്നിനു വേണ്ടിയും അമിതമായി യാചിക്കരുത്, നിങ്ങൾ അപമാനിക്കപ്പെടും. താങ്ക് യു. ഭയങ്കര പവർഫുൾ തോട്ട് ആട്ടോ അത്. ഒന്ന് ചിന്തിച്ചു നോക്കൂട്ടോ എല്ലാവരും. ഓക്കെ, നമ്മള് എന്താണ് നിങ്ങൾ പറയുന്ന ഓരോ തോട്ടും അത്രത്തോളം പവർഫുൾ ആണ്. അതെല്ലാം നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കാം മാക്സിമം. അതില് ഏറ്റവും എന്താണ് കുറച്ചുകൂടെ നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു തോട്ടും കൂടിയാണ് ഇപ്പോൾ ലവ്ലി പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ആരെയും അമിതമായിട്ട് സ്നേഹിക്കാൻ പാടില്ല. അതുമല്ല നമ്മൾ ആരെയും നമ്മൾ ഒന്നും അമിതമായിട്ട് പ്രതീക്ഷിക്കാൻ പാടില്ല. എല്ലാരും എന്തും ഓവറായാല് പറയില്ല അമിതമായാലും സത്യമാണ് കേട്ടോ. അത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കൂ. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ആരും ഉണ്ടാവില്ല. അമിതമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് അത് നിരാശയിൽ അവസാനിക്കേണ്ടി വരുന്നത്. അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ആലോചിച്ച് നോക്കി. പഠിക്കുക. ലൈഫില് നമ്മള് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മളെ സ്നേഹിക്കുന്നത്. ഒന്നും നമ്മളിൽ നിന്ന് ഇല്ല എങ്കിൽ പിന്നെ അവിടെ ഇല്ല സ്നേഹം. ഇല്ല, ശരിയല്ലേ മാം? അതില് നമുക്ക് എല്ലാവരെയും പറയാനും പറ്റില്ല കേട്ടോ. അങ്ങനെയുണ്ട്, എല്ലാവരും പറയാൻ പറ്റില്ല. പക്ഷെ കുറച്ചു പേരൊക്കെ അതെ, എല്ലാവരും ഓരോ ആളെ നമ്മള് ഫ്രണ്ടായിട്ട് കാണുന്നതോ അല്ലെങ്കിൽ നമ്മളൊന്ന് സ്നേഹിക്കുന്നതോ എന്തെങ്കിലും നേടാൻ വേണ്ടി മാത്രമേ. ഇത് നിങ്ങളെ ഫാമിലി ലൈഫായിട്ട് ഒന്നും കണക്ട് ചെയ്യാൻ പാടില്ല. ഞാൻ കോമൺലി പറയുന്ന കാര്യം. ഓക്കെ, എനിക്ക് തോട്ട് കേട്ടപ്പോ തോട്ടിനെ കുറിച്ച് ഒന്ന് പറയണമെന്ന് തോന്നി. അത്രയും പവർഫുൾ ആണ്. നമ്മുടെ ലൈഫില് നമ്മൾ മസ്റ്റായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്തും അങ്ങനെയാണ് കേട്ടോ. ഒന്നും അമിതമായിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പോലും പാടില്ല. പരീക്ഷയും അതെ, പരീക്ഷയും അവസാനിക്കുന്ന സങ്കടത്തിലായിരിക്കും. നമ്മൾ എന്താണോ അങ്ങനെ മുന്നോട്ട് പോവാ. നമ്മളെല്ലാവരും സ്നേഹിക്കുക. അതിലുപരി നമ്മളെ സ്നേഹിക്കുക. അതാണ് ചെയ്യേണ്ടത് കേട്ടോ. നമ്മളെ തന്നെ സ്നേഹിക്കുക. ആദ്യം അതാ വേണ്ടത്. നമ്മളെ തന്നെ സ്നേഹിച്ചാൽ മതി, ബാക്കിയെല്ലാം വന്നോളും. അതെ, അതുമല്ല പ്രതീക്ഷിക്കാനും പാടില്ല. ഒന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. ഓക്കെ, അതെ. ഫസ്റ്റ് ലവ് യുവർ സെൽഫ്. ലവ് യുവർ സെൽഫ്, മേക്ക് യുവർ സെൽഫ് ഹാപ്പി. നമ്മളെ സ്നേഹിക്കുമ്പോ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് സന്തോഷം കണ്ടെത്താണ്. നമ്മൾ സന്തോഷിക്കാണ്. ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. നമുക്കൊരു സന്തോഷം വേണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമ്മൾ ഒരു നിമിഷം ഹാപ്പി ആയിട്ടിരിക്കണമെങ്കിൽ ആ ഒരു ഹാപ്പിനെസ് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാകരുത്. നമ്മൾ ഒറ്റക്കാണെങ്കിൽ പോലും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കും. നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ എന്താ ആഗ്രഹിക്കുന്നു, നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടോ, അതെല്ലാം ഫുൾഫിൽ ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്, വേറെ ആരുമല്ല. നമ്മൾ തന്നെ ഒറ്റയ്ക്ക് പൊരുതി ചെയ്യാം. ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ. ഒറ്റയ്ക്ക് ആണ് എന്ന് വിചാരിക്കുക. വരുന്നതും പോകുന്നതും ഒറ്റയ്ക്കാ, ജീവിക്കുന്നത് ഒറ്റയ്ക്കാണ്. മനസ്സിലാവുന്നുണ്ടോ? അത്രയുള്ളൂ. നല്ലൊരു തോട്ടാണ്. എല്ലാവരും ലൈഫ് അങ്ങനെ മാറി വരട്ടെ. എല്ലാവരും അവനവനെ സ്നേഹിക്കാൻ നോക്കുക. ഓട്ടോമാറ്റിക്കലി എല്ലാവരും നമ്മൾ സ്നേഹിക്കും. എല്ലാവരും നമ്മൾ സ്നേഹിക്കണമെന്ന് വാശി പിടിക്കാൻ നമുക്ക് പറ്റത്തില്ല. എല്ലാവർക്കും അവരുടേതായ ഓരോരോ ഇഷ്ടങ്ങൾ. എല്ലാവരും സ്വയം ആണ് സ്നേഹിക്കുന്നെങ്കിൽ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഞാൻ എന്നെ സ്നേഹിക്കുന്നു, എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരും അവരെ തന്നെ സ്നേഹിക്കുന്നു. അപ്പൊ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരായാലും അവരെ തന്നെയാണ്. എന്നിട്ടാണ് പിന്നെ മറ്റുള്ളവർ സ്നേഹിക്കുക.
മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോ ഈ ഇന്ന് ലവ്ലി പറഞ്ഞതുകൊണ്ട് ഫോളോ ചെയ്യാം എല്ലാവരും. ഓക്കെ ആണല്ലോ? അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ നല്ല എക്സ്പെർട്ട് ആയിട്ട് കയറിയതാണ്. ക്ലാസ് ആണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. ക്ലാസ് അറേഞ്ച്മെന്റ്സിന്റെ ഭാഗമായിട്ട് ഞാൻ വന്നതാണ്. അങ്ങനെ ഇംഗ്ലീഷ് ക്ലാസ് ഇങ്ങനെ മാറി കയറുമ്പോ നിങ്ങൾ എനിക്ക് ഇൻഫോം ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ചെയ്യണോ ഞാൻ? അങ്ങനെയല്ലേ മിസ്സേ, വേറെ മിസ്സുമാരും വരാറുണ്ടല്ലോ. ഓക്കെ, ദിവസങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു അല്ലെ? ദിവസമില്ല എല്ലാരും. ഇനിയിപ്പോ ഈ ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് എല്ലാരും വായിക്കാവും. ആരും തമ്മിൽ കോണ്ടാക്ട് പോലും ഉണ്ടാവില്ല. നമ്മള് വേറൊരു കാര്യമില്ല, നമ്മള് എല്ലാ ദിവസവും കോണ്ടാക്ട് ചെയ്യുന്നവര് വളരെ കുറവായിരുന്നു. എല്ലാ ദിവസവും ഒന്നല്ല, ഇങ്ങനെ മിക്കപ്പോഴും ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യല് ഞാൻ ചെയ്യാറില്ല. എനിക്കങ്ങനെ ഞാനങ്ങനെ കോണ്ടാക്ട് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ല. പക്ഷെ നമ്മളിപ്പോ കോണ്ടാക്ട് ഒന്നും ചെയ്യുന്നില്ല, എപ്പോഴെങ്കിലും കണ്ടുമുട്ടുകയാണെങ്കിൽ അന്ന് കൂടെ പഠിച്ച ആ ഒരു വൈബ് ഉണ്ടല്ലോ, അതിപ്പോഴും കിട്ടും. അതാണ് ഫ്രണ്ട്ഷിപ്പ്. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. അതായത് നമ്മൾ ഡെയിലി വിളിക്കുന്നു, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുന്നു, അല്ലെങ്കിൽ വീക്കിലി മെസ്സേജ് ചെയ്യുന്നു, അതിലൊന്നും ഒരു കാര്യമില്ല. നമ്മുടെ ഉള്ളിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോ കണ്ടാലും സെയിം വൈബിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും. അതാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് എനിക്ക് തോന്നുന്നു, എന്റെ ഒപ്പീനിയൻ ആട്ടോ. ശരിയാണ് മിസ്, എപ്പോഴും നമുക്ക് അങ്ങനെ കോണ്ടാക്ട് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞതല്ല, ഇപ്പൊ നമ്മള് ഗ്രൂപ്പിൽ എല്ലാ ദിവസവും ഒരു മെസ്സേജ് ഉണ്ട്, ഇതും കൂടെ കഴിഞ്ഞാൽ അതിലുണ്ടാവില്ലല്ലോ, അതാ പറഞ്ഞത്. എന്നാലും ചുമ്മാ വിളിക്കാം. എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലത് മെസ്സേജിനേക്കാൾ ഏറ്റവും നല്ലത് ഒരു ഫോൺ കോൾ ആണ്. മെസ്സേജ് ആണെങ്കിൽ സുഖമാണ്, ഓക്കെയാണ്, കഴിഞ്ഞു. അപ്പൊ ഈ ടെക്സ്റ്റ് ചെയ്യുന്ന ടോൺ അനുസരിച്ചിരിക്കും. ഇപ്പൊ ടെക്സ്റ്റ് ചെയ്യുന്ന നമ്മൾ വേറെ ടോണിലായിരിക്കും, മനസ്സിലായോ? പക്ഷെ അവരത് വായിക്കുമ്പോൾ വരുന്ന ടോൺ വ്യത്യാസം ഉണ്ടാവും. അതാണ് എനിക്ക് തോന്നി മെസ്സേജിന്റെ ഏറ്റവും ഒരു സൈഡ് എഫക്ട് എന്ന് പറയുന്നത്. എനിക്ക് എപ്പോഴും എന്റെ ലൈഫിലേക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ചുമ്മാ തമാശക്ക് നമ്മൾ മെസ്സേജ് അയക്കുന്നത് അവർ ചിലപ്പോ ഏത് മൂഡിലാണ് ഇരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോ അവരുടെ മൂഡ് അനുസരിച്ചായിരിക്കും ടോൺ ചേഞ്ച് വരാം. നമ്മൾ തമാശക്ക് പറഞ്ഞൊരു കാര്യം ചിലപ്പോൾ അവിടെ എത്തുമ്പോൾ സീരിയസ് ആയിട്ടിരിക്കും. അപ്പൊ ഒന്നില്ലെങ്കിൽ വോയിസ് അയക്കാം, അല്ലെങ്കിൽ ഫോൺ കോൾ ആണ് ഏറ്റവും ബെറ്റർ. ഫോൺ കോൾ ആകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് അധികം സമയം സംസാരിക്കാൻ പറ്റും, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. മെസ്സേജിനേക്കാളും ബെറ്റർ അതാ. ഈ വാട്സപ്പ് വന്നതോട് കൂടിയാണ് കുറെയൊക്കെ ഫ്രണ്ട്ഷിപ്പ് പോയത്. എനിക്കൊരു മെസ്സേജിൽ അയക്കാലോ എന്ന് ചോദിക്കും. പണ്ട് അങ്ങനെയല്ലല്ലോ, പണ്ട് വിളിച്ചാൽ കുറെ നേരം സംസാരിക്കും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, മെസ്സേജ് കൂടെ വിളിക്കും. പക്ഷെ മെസ്സേജൊക്കെ ഏറ്റവും ബെറ്റർ. അത് കുറച്ച് ഒരു 5-10 മിനിറ്റ് വിളിച്ചാല് ഇമോജിയാണല്ലോ എളുപ്പ വഴി. അപ്പൊ വിളിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വിളിക്കുക. വേണമെങ്കിൽ എന്നെയും വിളിച്ചോ, ഞാൻ സംസാരിക്കാം. ഞാൻ കമ്പനിയല്ല, പഠിക്കണ്ട. മാമിന്റെ നമ്പർ ഞങ്ങളുടെ കയ്യിലില്ല. തരുന്നതായിരിക്കും. കോൺവെക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നമ്പർ തരുന്നേ പോരെ? താങ്ക് യു മാം. ഓക്കെ, ലവ്ലിനെ കണ്ടിട്ട് മോലേക്ക് സംസാരിക്കാൻ പോയി. എനിക്ക് അന്ന് ആരെയും കണ്ടിട്ട് സംസാരിക്കാൻ പറ്റില്ല കേട്ടോ. ആരും ഒന്നും വിചാരിക്കരുത്, പെട്ടെന്ന് കണ്ടു. കോൺവെക്കേഷനിൽ ബിസി ആയിരുന്നല്ലോ, അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് അധികം സംസാരിക്കാൻ, ഞാൻ ഫോട്ടോ എടുക്കണ നേരത്തെ എന്റെ വൈവ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപർണ മാമിന്റെ അടുത്ത്. അപ്പൊ അതുകൊണ്ട് എന്റെ ഫോട്ടോയിലും മാമിന്റെ ഫോട്ടോ എടുത്തതിൽ ഞാനില്ല, സംസാരിക്കാനും പറ്റിയില്ല മാമിനോട്. അതെനിക്കും ആരോടും അങ്ങനെ സംസാരിച്ചിരിക്കാനൊന്നും പറ്റില്ല. അതൊരു കോൺവെക്കേഷൻ കഴിയുമ്പോൾ ഭയങ്കര വിശപ്പാണ്. ഒന്നും കഴിക്കാതെ ഞാൻ തന്നെ രാവിലെ കഴിക്കാൻ മടിയാണ്. പിന്നെ എങ്ങനെയെങ്കിലും കഴിച്ചാൽ മതി, അതുകൊണ്ടാണ് അങ്ങനെ പോയത്. അപ്പൊ ഈ കോൺവെക്കേഷൻ ഞങ്ങള് ഐഡന്റിഫൈ ചെയ്തല്ലോ, കണ്ടപ്പോ ആതിരയാന്ന് പറഞ്ഞു. ഐഡന്റിഫൈ ചെയ്തല്ലോ ഞങ്ങളെ, അത് തന്നെ മതി വലിയ കാര്യം. ഞങ്ങള് മനസ്സിലായില്ലോ കണ്ടപ്പോ, മിസ്സിന്റെ പേര് പറഞ്ഞു, ആതിരയല്ലേ ചോദിച്ചു. മനസ്സിലാവുന്നുണ്ട്, ക്യാമറ ഓൺ ചെയ്ത് വെക്കുന്ന എനിക്ക് അറിയാട്ടോ. അത് പേര് പറഞ്ഞ് അറിയാൻ പറ്റുള്ളൂ. ഇനി ഇപ്പൊ കോൺവെക്കേഷൻ വരുമ്പോ എല്ലാവരോടും സംസാരിക്കും. ഞാൻ അഥവാ വന്നില്ലെങ്കിലും ഇങ്ങോട്ട് വരാം, പേര് പറയാൻ ചിലപ്പോൾ എനിക്ക് അത്രയൊന്നുമില്ല, എന്നാലും ബാക്കി ഇങ്ങോട്ടൊന്ന് സംസാരിക്കാം കേട്ടോ. അപ്പൊ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത കാര്യമാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങക്ക് ഞാൻ ഇനി അങ്ങോട്ട് ഫ്രണ്ട്സ് ആയിരിക്കുമല്ലോ അല്ലെ, അപ്പൊ എന്നെയും വിളിക്കാവുന്നതാണ്. എന്റെ കൈ കൊണ്ടേയും വിളിക്കൂ, നമുക്ക് സംസാരിക്കാം. ഓക്കെ, മതി, ക്ലാസ്സിലേക്ക് പോട്ടോ. അപ്പൊ റിപ്പോർട്ട് സ്പീച്ച് ആയിരുന്നു. റിപ്പോർട്ട് സ്പീച്ചില് റിപ്പോർട്ടിന്റെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ക്ലിയർ ആയിരുന്നോ? ഡൗട്ട്സ് ഉണ്ടോ? എക്സാമ്പിൾസ് ഇനി ചെയ്യണോ?
Important statement. എക്സാംസ് വേണോ? വേണമെങ്കിൽ പറയൂ കേട്ടോ, തരാം. വേണം കുറച്ചുകൂടെ എക്സാംസ് തരട്ടെന്നാലോ? എന്താണ് ഒരാൾ മാത്രമേ പറയുന്നുള്ളൂ, ബാക്കി ആരും മിണ്ടുന്നില്ല? പറയൂ. യെസ്, വേണം. കുറച്ചൊരു ഡൗട്ട് ഉണ്ടോ? നോക്കാം കേട്ടോ. നെക്സ്റ്റ് ആവേ. He said, I'm making the map of India. He said, I'm making the map of India. He said, I'm eating meal. He said, I'm eating meal. She said, I'm helping him. Helping. Spelling mistake in the top. Meera said, we will attend the meeting. Attend the meeting. She said, I can do. Sam said, you should try harder. She said, I forgot my keys. They said they are happy now. He said, I haven't seen Mary. He said, I had taken Spanish lessons.
She said it is too late. She said I was sleeping when Mary called. Okay, ഇത്രയും ആൻസർ ചെയ്യൂ കേട്ടോ.
എല്ലാവരും ടെക്സ്റ്റ് ചെയ്യൂ കേട്ടോ. ഓക്കെ, സ്നേഹ ആൻഡ് അസീന ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാവരും കൂടി ടെക്സ്റ്റ് ചെയ്യൂ. അതിനുശേഷം ഞാൻ കറക്റ്റ് ആൻസർ പറയാം. ഇനി അഫ്ല, അശ്വതി, കാമറു, ലൗലി, റേച്ചൽ, ഇത്രയും പേര് ടെക്സ്റ്റ് ചെയ്യണം കേട്ടോ. ബാക്കി എല്ലാവരും ചെയ്തിട്ടുണ്ട്. മാം, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്റെ ശരിയാണോ തെറ്റാണോ എന്ന് അറിയില്ല. ജസ്റ്റ് എഴുതിയിട്ടുള്ളൂ, അതുകൊണ്ടാണ് ടെസ്റ്റ് ചെയ്യാത്ത കേട്ടോ. ഓക്കെ, പറയാം കേട്ടോ. അപ്പൊ ബാക്കി എല്ലാവരും ടെക്സ്റ്റ് ചെയ്യൂ കേട്ടോ.
ഓക്കെ, പറഞ്ഞാലോ നമുക്ക്. ബാക്കി എല്ലാവർക്കും എനിക്ക് തോന്നുന്നു കുറച്ച് ഡൗട്ട് ഉണ്ട്. അശ്വതി മാം, ഞാൻ പുറത്തായ കാരണമാണ് കേട്ടോ. ഓക്കെ, അശ്വതി ക്ലാസ് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. കുറച്ചുകൂടി ക്ലിയർ ആവാനുണ്ട്. ഓക്കെ, അസീനക്ക് മനസ്സിലായില്ലേ? ക്ലിയർ അല്ല സീന? പോയോ സീന? Are you there? ഞാൻ ചെയ്തത് പറയട്ടെ മാം, ഒന്ന് ശരിയാണോന്നൊന്ന് പറയൂ. ഫസ്റ്റ് വൺ, he said that he was making the map of India. Correct ആണോ മാം? Yeah, He right. said that he was eating the meal. Correct ആണോ? Yeah, correct. She said that she was helping him. Yeah. Meera said that they would attend the meeting. Correct ആണോ? She said that she could do. ശരിയാണോന്ന് അറിയില്ല. She could do, correct. Sham said that they should try harder. ശരിയാണോ? You തന്നെയാണ്. ചേഞ്ചസ് ഒന്നും Okay ma'am, sorry. You should try harder അല്ലേ ma'am? She said that she forgot her keys. മാം യു അവിടെ യു തന്നെയാണോ മാം വരുന്നേ? ഹി അല്ലേ വരുന്നത് മാം? അല്ലേ? യു ഹി ആയി മാറില്ലേ? സാം എന്നുള്ളത് ഇല്ല. സാം അവനെ കുറിച്ചാണ് പറയുന്നെങ്കിൽ മാത്രമേ ഹി ആയിട്ട് വരൂ. അതെയോ, ഞാനവിടെ ഹീന്ന് എഴുതിയത്, അതാ ചോദിച്ചത്. യു തന്നെയാണ്, മറ്റുള്ളവരെ കുറിച്ചല്ലേ പറയുന്നേ. അപ്പൊ പറയട്ടെ മാം. They said that they were happy now. ശരിയാണോ? എന്തായിരുന്നു? They said that they were happy now. അതിന് മുന്നത്തെ പറയൂ. She said I forgot my keys. Oh, sorry. She said that she forgot her keys. ഹാർഡ് വരും. അത് ഹാർഡ് ഫോർഗട്ടൻ. അത് മനസ്സിലായില്ല മാം, അത് പറഞ്ഞു. They said that they were happy now. Yeah. He said that he hadn't saw Mary. മാം, ആ നൗ എന്നുള്ളത് ദെന്നായി മാറില്ലേ മാം? അതിന് മുമ്പ് പറഞ്ഞത് we are happy now. Now then വരല്ലേ? Okay, thank you ma'am. Then he said that he had not saw Mary. ശരിയാണോ മാം? He said he ഹാഡിന്റ് സീൻ മേരി. Okay. സീൻ സോ എന്നുള്ളത് മാറോ അല്ലേ മാം? സോ എന്നുള്ളത് മാറോ? No. സോയോ? സീൻ തന്നെ വരുന്നേ. സീനാണല്ലോ V3 ശേഷം വരുന്നത്. സോറി, ഹാഡിന് ശേഷം വരുന്നത് V3 അല്ലേ? അല്ലേ സീൻ. Okay. Next, he said that he had taken Spanish lessons. അവിടെ ചേഞ്ചസ് ഇല്ല, അത് തന്നെയല്ലേ? Sorry. Then he said that he had she said it is too late. That is വരുമല്ലേ മാം? That is വരുമല്ലേ? തന്നെയാണ്, പക്ഷെ ഈസ് എന്നുള്ളത് വാസാണ്. Oh, sorry ma'am. It was. He said that he was sleeping when Mary called. അപ്പൊ രണ്ടൂന്നെണ്ണം തെറ്റി മാം, ഞാൻ കറക്റ്റ് ചെയ്തോ? മാം 11ാമത്തെ ഒന്ന് പറയാമോ മാം? 11ാമത്തെ ആൻസർ 11 ഏതാണ്? നമ്മൾക്കറിയില്ല. She says it is too late. It was too late. It was too late. It was. ഈസ് വാസ് ആവൂല്ലേ? എനിക്ക് തോന്നുന്നു ലൗലിക്ക് പ്രസന്റ് ടെൻസ് ഓക്കെയാണ്, അതുപോലെ ഫ്യൂച്ചർ ടെൻസ് ഓക്കെയാണ്, പാസ്റ്റ് ആണ് കുറച്ചൊരു കൺഫ്യൂഷൻ. പറയൂ. എന്തോ
Last one. Last one. ഒന്നുകൂടെ പറയാമോ? He Last said one. that he was sleeping when Mary called. അല്ലേ മാം? He said that he was Sleeping. അല്ലാട്ടോ അത്. Had been Had അല്ലേ മാം? been വരില്ലേ? Had He been. had been sleeping when Mary. Yeah. Had been ആണ് പ്രസന്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്കാണ് മാറുന്നത്. ഓ. ഞാൻ പറഞ്ഞു കേട്ടോ ലൗലിക്ക് ഞാൻ പറഞ്ഞല്ലോ പാസ്റ്റ് ആണ് കുറച്ച് കൺഫ്യൂഷൻ. ഒരു കാര്യം ചെയ്യൂ അസീന പാസ്റ്റ് ടെൻസിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ക്ലാസ്സിൽ പറയൂ കേട്ടോ. അശ്വതി അശ്വതി ക്ലാസ്സിലുണ്ടോ? സംസാരിക്കാൻ പറ്റുമോ അശ്വതി? ഇല്ല. അശ്വതി ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യൂ പാസ്റ്റ് ടെൻസ് പറഞ്ഞു കൊടുക്കൂട്ടോ അസീന ലൗലിക്ക്. ലൗലിക്ക് നല്ല എല്ലാവർക്കായിട്ട് ഈക്വൽ ആയിട്ട് നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പാസ്റ്റ് ടെൻസ് ഒന്ന് പറഞ്ഞു കൊടുക്കും. ഓക്കെ അസീന കേട്ടോ? കേക്കാമോ? പറഞ്ഞു കൊടുക്കാൻ എനിക്ക് അങ്ങനെ പറഞ്ഞു ടീച്ചറാണ് പറഞ്ഞൊക്കെ അറിയില്ലെന്നോ? എനിക്കങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ഇല്ല. നോക്കൂ ട്രൈ ചെയ്യൂ. ഓക്കെ ഞാൻ എത്ര പറഞ്ഞു കൊടുത്തായി എനിക്കൊരാൾ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ അറിയില്ല മാം അങ്ങനെ. ആണോ? ആ, അപ്പൊ ഒരു കാര്യം ചെയ്യാം. സ്നേഹ പറയാമോ? സ്നേഹ പറഞ്ഞെടുക്കാവോ പാസ്റ്റ് ടെൻസ്? കുഞ്ഞിന്റെ അടുത്താണ്. ഓക്കെ എല്ലാവരും തിരക്കണം. അപ്പൊ ആതിരയ്ക്കാണ്. ആതിര ഇറ്റ്സ് ഓക്കെ സ്നേഹ കുഴപ്പമില്ല കേട്ടോ. ആതിര പറഞ്ഞെടുക്കാവോ? ഞാൻ ട്രൈ ചെയ്യാം. ഓക്കെ വെരി ഗുഡ്. ആ പാസ്റ്റ് ടെൻസ് മാത്രം അത് എന്താ ചേഞ്ച് വരെയെന്ന് മാത്രം പറഞ്ഞാൽ പോരെ? അത് എങ്ങോട്ടേക്കാണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ ആഡ്വേർബ്സിൽ വരുന്ന മാറ്റങ്ങൾ എന്താവും അതൊക്കെ ഒന്നും അറിയാം. ലെവലിലേക്ക് അതൊന്നും അറിയില്ല. അപ്പൊ അതെല്ലാം കൂടെ ഒന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മിസ് അത് കറക്റ്റ് ചെയ്യണം കേട്ടോ. അതായത് ഡയറക്റ്റ് സ്പീച്ചിലേക്ക് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ചേഞ്ച് ആവുമ്പോൾ ഡയറക്റ്റ് സ്പീച്ച് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്താണെന്ന് നമുക്കറിയാം. അത് സിമ്പിൾ പാസ്റ്റിലൊക്കെ വരാൻ നേരത്ത് സിമ്പിൾ പാസ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലേക്കാണ് ചേഞ്ച് ആവുന്നത്. സിമ്പിൾ പാസ്റ്റിന്റെ ഫോമായിട്ട് നമുക്കറിയാം. എന്താണ് സബ്ജക്റ്റ് പ്ലസ് V2 ആണ് സിമ്പിൾ പാസ്റ്റിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സ്ട്രക്ചറിൽ ഒരു സെന്റൻസ് വരാൻ നേരത്ത് അത് നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റാൻ നേരത്ത് അത് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് ചേഞ്ച് ആവും. പാസ്റ്റ് പെർഫെക്റ്റിന്റെ സ്ട്രക്ചർ നമുക്കറിയാം. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 ആണ്. അപ്പോൾ സിമ്പിൾ പ്രസന്റിൽ ഒരു സെന്റൻസ് ഒരു ക്വസ്റ്റ്യൻ കാണുവാണെങ്കിൽ അതിനെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് ചേഞ്ച് ചെയ്യണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൊച്ചു വന്നതാ മിസ്സേ. കൊച്ചു വന്നതാ അതിന്റെ ഇടയ്ക്ക്. ഇപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സാമ്പിള് She said I saw a movie. She said I saw a movie എന്ന് പറഞ്ഞൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതൊരു സിമ്പിൾ പാസ്റ്റ് സെന്റൻസ് ആണ്. അതിന് നമ്മൾ ചേഞ്ചസ് വരുന്നത് എന്താന്ന് വെച്ചാൽ സിമ്പിൾ പാസ്റ്റ് സെന്റൻസ് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആവാൻ നേരത്ത് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് ചേഞ്ച് ആവും. അപ്പോൾ ഷീ സെഡ് എന്ന് പറയുന്നത് സെഡ് ദാറ്റ് എന്നാവൂല്ലോ, നമ്മൾ വേറൊരാളിലേക്ക് റിപ്പോർട്ട് ചെയ്യാണ്. ഷീ സെഡ് ദാറ്റ് ഐ എന്നുള്ളത് ഷീ ആയി വരും. ഐ എന്നുള്ളതിന് ചേഞ്ച് വരും, ഷീ ആയിട്ട് ചേഞ്ച് വരും. പിന്നെ വരുന്ന ചേഞ്ചസ് സോ എ മൂവി എന്നുള്ളതാണ്. അപ്പോൾ സോ എ മൂവി എന്നുള്ളത് അവിടെ ഹാർഡ് പാസ്റ്റ് പെർഫെക്റ്റിന്റെ ടെൻസ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് പ്ലസ് ഹാർഡ് പ്ലസ് V3 ആണ്. അപ്പൊ സോ എന്നുള്ളത് ഹാർഡ് പിന്നെ V3 എന്നുള്ള ഫോമിലേക്ക് വരും. ഷീ ഹാഡ് സീൻ വരും. V3 ഫോം സീൻ എന്ന് വരും. സീൻ മൂവി എന്ന് വരും. ഒന്നുകൂടെ പറയാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷീ സെഡ് ഐ സോ എ മൂവി എന്നാണെങ്കിൽ അത് സിമ്പിൾ പാസ്റ്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും, കാരണം സബ്ജക്റ്റും പിന്നെ V2 ഫോം ആണ് വന്നേക്കുന്നത്. അപ്പൊ അത് സിമ്പിൾ പാസ്റ്റ് ആണ്. അത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് റിപ്പോർട്ട് ചെയ്യാൻ നേരത്ത് അത് പാസ്റ്റ് പെർഫെക്റ്റിലേക്കാണ് ചേഞ്ച് ആവുന്നത്.
അപ്പോൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആദ്യം വരുന്നത് തന്നെ ഷീ സെഡ് ദാറ്റ് എന്നാണ് പറയുന്നത്. അവൾ പറഞ്ഞു. നമ്മൾ വേറൊരാളിലേക്ക് റിപ്പോർട്ട് ചെയ്യണം. അപ്പൊ അവൾ പറഞ്ഞു ഷീ സെഡ് ദാറ്റ്. ഐ സോ എന്ന് വരുമ്പോൾ ഐ എന്നുള്ളത് ഷീ ആയിട്ട് മാറും. ഐ സോ എന്നുള്ളത് V3 ഫോം ഹാഡ് പ്ലസ് V3 വരും. അതാണ് പാസ്റ്റ് പെർഫെക്റ്റിന്റെ സ്ട്രക്ചർ. ഹാഡ് സീൻ എ മൂവി എന്നാവും. മനസ്സിലായോ ലൗലി ചേച്ചി? V3 ഫോമിലാണ് നമുക്ക് എക്സാമ്പിൾ തരുന്നതെങ്കിൽ V3 ഫോമിലാണെങ്കിൽ എക്സാമ്പിൾ തരുന്നതെങ്കിൽ നമ്മൾ അതിൽ ഹാർഡ് മാത്രം ചേർത്താൽ മതി. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഹി സെഡ് ഐ ഫിനിഷ്ഡ് മൈ വർക്ക് എന്നൊരു എക്സാമ്പിൾ വരുവാണെങ്കിൽ ഹി സെഡ് ഐ ഫിനിഷ്ഡ് മൈ വർക്ക്. അപ്പൊ ഹി സെഡ് ദാറ്റ് ചേർത്തിട്ട് ഐയുടെ അവിടെ ഹി ചേർക്കുന്നു. ഫിനിഷ്ഡ് മൈ വർക്ക് എന്നുള്ളിടത്തിൽ ഹാർഡ് ഫിനിഷ്ഡ് ഹിസ് വർക്ക്. മൈ എന്നുള്ളത് ഹിസ് എന്നാവും. ഹിസ് വർക്ക്. ഓക്കെ താങ്ക് യു ആതിര ആൻഡ് അസീന. ഓക്കെ അസീന ബാലൻസ് പറഞ്ഞു. So, അത് അടുത്തത് പറഞ്ഞു. പിന്നെ അടുത്ത ചേഞ്ചസ് വരുന്നതെന്ന് വെച്ചാൽ മിസ് പറഞ്ഞു. എന്താ മാം ശ്രദ്ധിച്ചില്ല, എന്തായിരുന്നു പറഞ്ഞേ? അസീന പറഞ്ഞു. എക്സാമ്പിൾ അടുത്ത് പറയാനാണോ? മീര സെഡ് ഐ വെന്റ് ഹോം എയർലി എന്നൊരു എക്സാമ്പിൾ വന്നിട്ടുണ്ടെങ്കിൽ മീര സെഡ് ദാറ്റ് പിന്നെ ഐ എന്ന് വരുന്ന കൊടുത്തിട്ട് ഷീ വരുന്നു. പിന്നെ ഹോം എയർലി ഇതായോണ്ട് ഹാഡ് ഗോൺ ഹോം എയർലി എന്നാണ് വരുന്നത്. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദേ സെഡ് വി വൺ ദ മാച്ച് എന്നുള്ളിടത്തിൽ ദേ സെഡ് ദാറ്റ് വി എന്നുള്ളത് ദേ ആയി മാറുന്നു. പിന്നെ ഹാഡ് ചേർത്ത് ഹാഡ് വോൺ ദ മാച്ച് എന്നാണ്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കേടാ മനസ്സിലായി കേട്ടോ. ഓക്കെ താങ്ക് യു. താങ്ക് യു ചേച്ചി. ലൗലി നോട്ട്സ് കംപ്ലീറ്റ് ആണോ? ഞാൻ കുറച്ചുകൂടി നോട്ട്സ് കംപ്ലീറ്റ് ആക്കാനുണ്ട്. ഞാൻ ഇത് ക്ലാസ് ഇടയ്ക്ക് കൂടുന്നുണ്ട്. കുറച്ചുകൂടി കംപ്ലീറ്റ് ആക്കാം. ഞാൻ ചെയ്തോളാം ക്ലാസ്. അതാ ചേഞ്ചസ് ഉള്ളത് അത് ചേഞ്ചസ് വരുന്നത് അത് മനസ്സിലാക്കിയാലേ ഉള്ളൂ നമുക്കിത് എങ്ങനെയാണ് മാറുന്നതെന്നുള്ളത് പറ്റുള്ളൂ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായി, നന്നായിട്ട് മനസ്സിലായി കേട്ടോ. താങ്ക് യു. പാസ്റ്റ് കണ്ടിന്യൂസിൽ വരുന്ന ചേഞ്ച് അതുകൂടെ പറയാമോ? സിമ്പിൾ പാസ്റ്റ് അല്ലേ ഇപ്പൊ പറഞ്ഞേ? പറഞ്ഞോളൂ. പാസ്റ്റ് കണ്ടിന്യൂസിൽ വരുന്ന ചേഞ്ചസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് ചേഞ്ച് ആവും. ഡയറക്റ്റ് സ്പീച്ചിൽ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് ഒരു സെന്റൻസ് തന്നേക്കുന്നെങ്കിൽ അത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് വരുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് ചേഞ്ച് ആവും. ഇപ്പൊ പാസ്റ്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ നമുക്കറിയാം. സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് വെർബ് ING. അങ്ങനെ ഒരു സെന്റൻസ് ആണ് തന്നേക്കുന്നത്. വാസ് ഓർ വെയർ പ്ലസ് വെർബ് ING എന്ന് പറഞ്ഞ സെന്റൻസിൽ അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും അത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പൊ നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് റിപ്പോർട്ട് ചെയ്യാൻ നേരത്തെ അത് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറും. അപ്പൊ ചേഞ്ചസ് വരുന്നത് ഹാഡ് ബീൻ പ്ലസ് വെർബ് ING എന്നാവും. ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഷീ സെഡ് I was sleeping when Mary called. ഇപ്പൊ മിസ് തന്ന ഒരു എക്സാമ്പിൾ തന്നെ പറയാം. He said I was sleeping when Mary called. അത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് ആ സെന്റൻസ്. കാരണം വാസ് സ്ലീപ്പിംഗ് എന്നാണ് പറയുന്നത്. വാസ് വെർ പ്ലസ് വെർബ് ING എന്ന് പറയുമ്പോൾ ആ ടെൻസ് എന്ന് പറയുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. അത് പാസ്റ്റ് പെർഫെക്റ്റിലേക്കാണ് മാറുന്നത്. അപ്പൊ ചേഞ്ചസ് വരുന്നത് ഹി സെഡ് ദാറ്റ് അവിടെ ഐ എന്നുള്ളത് ഹി ആവും. ഹി ഹാഡ് ബീൻ, വാസ് എന്നുള്ളത് ഹാഡ് ബീൻ ആയിട്ട് മാറും. സ്ലീപ്പിംഗ് എന്നുള്ളത് അവിടെ സ്ലീപ്പിംഗ് തന്നെയാണ്, വെർബ് ING തന്നെയാണ് ഫോർമാറ്റ്. ഹാഡ് ബീൻ സ്ലീപ്പിംഗ് വെൻ മേരി കോൾഡ് എന്നാവും. ഓക്കെ ഓക്കേടാ മനസ്സിലായി കേട്ടോ. താങ്ക് യു. പിന്നെ പാസ്റ്റ് പെർഫെക്റ്റിലും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലും ചേഞ്ചസ് ഒന്നും വരുന്നില്ല. അത് അങ്ങനെ തന്നെയായിട്ടാണ് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്കും റിപ്പോർട്ട് ചെയ്യുമ്പോൾ വരുന്നത്. വേറെ ചേഞ്ചസ് ഒന്നും വരില്ല. ഒന്നുകൂടി പറയാം. ഇപ്പൊ പറഞ്ഞു തിരിഞ്ഞില്ലടാ, ഒന്നുകൂടി പറഞ്ഞേടാ. ഇപ്പൊ പറഞ്ഞ കാര്യം രണ്ട് കാര്യം നമ്മൾ പറഞ്ഞു. സിമ്പിൾ പാസ്റ്റിലും പാസ്റ്റ് കണ്ടിന്യൂസിലും ചേഞ്ചസ് വരും ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് വരുമ്പോൾ. പക്ഷെ പാസ്റ്റ് പെർഫെക്റ്റിലും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലും വേറെ ചേഞ്ചസ് ഒന്നും വരില്ല. സ്പീച്ചിലേക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് അങ്ങനെ തന്നെയാണ് ഫോർമാറ്റ് വരുന്നത്. ഷീ സെഡ് ദാറ്റ് അല്ലെങ്കിൽ ഹീ സെഡ് ദാറ്റ്. അത് ചേഞ്ച് ആവും. പക്ഷെ ടെൻസിൽ ചേഞ്ചസ് ഒന്നും സംഭവിക്കില്ല.
മിസ്സിന് ബാലൻസ് പറഞ്ഞു കൊടുക്കോ, ചേച്ചിക്ക് മനസ്സിലാവാത്തത്. മിസ് പോയോ? പോയണോ? മിസ് അപ്പുറത്തേക്ക് ക്ലിയർ? മിസ്സിന് പറഞ്ഞു കൊടുക്കാൻ മിസ് ഒന്നുകൂടെ, അപ്പൊ ചേച്ചിക്ക് മനസ്സിലാവും. ഓക്കെ, നമ്മള് ആ നോട്ട്സ് എഴുതിയിട്ടുണ്ട്. ഏതൊക്കെ ടെൻസ് എങ്ങോട്ടേക്ക് മാറുന്നു അത് നന്നായിട്ട് പഠിക്കണം. അതാണ് പഠിക്കേണ്ടത്. ഓക്കെ, അത് മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. അത് മാത്രമല്ല കുറച്ച് ആഡ്വേർബ്സ്, അതായത് നൗ എങ്ങോട്ടേക്ക് മാറുന്നു, നൗ എന്താകുന്നു, നൗ ഡയറക്റ്റ് സ്പീച്ചിൽ വന്നിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റിലേക്ക് പോകുമ്പോ then ആകും. ഓക്കെ, ടുമോറോ ആണെങ്കിലോ നെക്സ്റ്റ് ഡേ, അല്ലെങ്കിൽ എന്താ പറയാ 2 days after. അപ്പൊ അതിന്റെ കുറച്ച് നോട്ട്സ് നമ്മൾ ടെക്സ്റ്റിലുണ്ട്. അത് ടെക്സ്റ്റ് നോക്കി പഠിക്കാം കേട്ടോ. ഇത്രയും Okay. കാര്യങ്ങൾ അറിഞ്ഞിട്ടാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ എന്താണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, അതിന് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോ നമ്മൾ പഠിച്ചത് റിപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി റിപ്പോർട്ടിംഗ് ക്വസ്റ്റ്യൻ ഉണ്ട്, റിപ്പോർട്ടിംഗ് ഇമ്പറേറ്റീവ്സ് ഉണ്ട്, റിപ്പോർട്ടിംഗ് എക്സ്പ്ലനേഷൻ ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ പഠിക്കണം. എങ്ങനെയുണ്ട് ഇതിന് ക്വസ്റ്റ്യൻ വരുന്നത്? നോക്കാം. ഓക്കെ, റിപ്പോർട്ടിംഗ് ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. റിപ്പോർട്ടിംഗ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാന്നേ, ആ ട്രിക്ക് കിട്ടിയാൽ മതി നിങ്ങൾക്ക്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ച ഒരാൾക്ക് ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഇമ്പറേറ്റീവ്സ് ആണെങ്കിലും ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതില് ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ നമുക്ക് The teacher said to the boy. Teacher said to the boy, "Why are you late?" Questions ആണല്ലോ. ഇതിലുള്ള എല്ലാം ക്വസ്റ്റ്യൻസ് ആയിരിക്കും, സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും ഇല്ല കേട്ടോ. ക്വസ്റ്റ്യൻസ് ആണ്. So why are you late? The teacher said to the boy, "Why are you late?" എന്തുകൊണ്ട് ലേറ്റ് ആയിട്ട് ടീച്ചർ ചോദിച്ചു. അപ്പോ അവിടെ ടീച്ചർ പറഞ്ഞു എന്തുകൊണ്ട് ലേറ്റ് ആയി എന്നാണ്. പക്ഷെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ടീച്ചർ ചോദിച്ചു നീ എന്താണ് ലേറ്റ് ആയത്. മലയാളീകരിക്കണ്ട, ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അവിടെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തായാലും ടീച്ചർ ചോദിച്ചു എന്നല്ലേ പറയാ, അല്ല ടീച്ചർ പറഞ്ഞു എന്ന് പറയൂ നമ്മള്? ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ചോദിച്ചു എന്നേ പറയും. അപ്പൊ സ്റ്റേറ്റ്മെന്റില് ശരിക്ക് said that എന്നുള്ളത് ക്വസ്റ്റ്യൻസ് വരുമ്പോ എന്താകും? ആസ്ക്ഡ്. ആസ്ക്ഡ് എന്ന് വരും കേട്ടോ. ആസ്ക്ഡ് ദാറ്റ് അല്ലെങ്കിൽ ആസ്ക്ഡ് എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ദാറ്റ് ഒന്നും ഇല്ല കേട്ടോ. ആസ്ക്ഡ് മാത്രമേ ഉള്ളൂ, ദാറ്റ് ഇല്ല. സ്റ്റേറ്റ്മെന്റിൽ അങ്ങനെയാണോ? ദാറ്റ് ദാറ്റ് വരും കേട്ടോ. അറിയാലോ നിങ്ങൾക്കത്, ദാറ്റ് വരും. സോ ക്വസ്റ്റ്യൻസ് ആകുമ്പോ അങ്ങനെയില്ല, ആസ്ക്ഡ് മാത്രമാണ്. ടീച്ചർ ആരോട് ചോദിച്ചു? ടീച്ചർ ആസ്ക്ഡ് ദ ബോയ്. ക്വസ്റ്റ്യൻ വേർഡ് എപ്പോഴും ഫസ്റ്റ് ആയിരിക്കും. ഓക്കെ, അതെന്തോ ആവട്ടെ, WH ക്വസ്റ്റ്യൻസ് ഏത് വേർഡ് ആയിക്കോട്ടെ ഫസ്റ്റ് വരും. വൈ ഫസ്റ്റ് വൈ ആണ്. വൈ. ഇവിടെ ആർ യു ലേറ്റ് ആണ്. ആർ യു ലേറ്റ് ആണെങ്കിൽ അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോ ഫസ്റ്റ് സബ്ജക്റ്റ് വരണം, എന്നിട്ടാണ് ഓക്സിലറി വരേണ്ടത്. മനസ്സിലായോ? വൈ ആർ യു ലേറ്റ് എന്നുള്ളത് അവിടെ യു എന്താണ്? യു ആണ്. ഹി ആണ്. പക്ഷെ ഇവിടെ നമ്മുടെ ടെക്സ്റ്റില് ഷീ ആണ് കേട്ടോ. ടെക്സ്റ്റിൽ ഷീ ആണ്. അപ്പോ വൈ ആർ യു ലേറ്റ് എന്നുള്ളതില് യു എന്താണ്? അവിടെ ബോയ് ആയതുകൊണ്ട് ഹി ആണ്. ആർ എന്തായിട്ട് മാറും? വാസ്. നമ്മുടെ നേരത്തെ പഠിച്ച ടെൻസ് തന്നെയാണ് കേട്ടോ. ഏത് ടെൻസിലേക്ക് ചേഞ്ച് ചെയ്യണം അതെല്ലാ റിപ്പോർട്ടിങ്ങിലും സെയിം തന്നെയാണ് കേട്ടോ. അപ്പൊ ഇത് എന്താണ്? കണ്ടിന്യൂസ് ആണ് അല്ലെ. ആരെന്താകും? വാസ് ആകും. അപ്പൊ വൈ ഹി വാസ് ലേറ്റ് എന്ന് വരും. മനസ്സിലായോ? ഇവിടെ വ്യത്യാസം എന്താ? സെറ്റ് എന്നുള്ളത് ആസ്ക് ആകുന്നു. ക്വസ്റ്റ്യൻ മാർക്ക് അങ്ങനെ തന്നെ എഴുതിയിട്ട് ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ് നമ്മൾ ടെൻസ് വൈസ് ചേഞ്ച് ആക്കും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം ട്ടോ. അജിത് said, "Shall I open the door?" Ajit said, "Shall I open the door?" എന്താകും അത്?
ഒരു ഷാല് ശുദ്ധാണ് കേട്ടോ കൊടുത്തിരിക്കുന്നേ, വുഡാണ്. മിസ്റ്റേക്ക് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും. ഇപ്പൊ അജിത് said എന്താണ്? അജിത് said ഞാൻ പറഞ്ഞുതരാം. അവിടെ ലിഫ് വന്നിട്ടുണ്ടല്ലോ, എന്തുകൊണ്ടാണ് ലിഫ് വന്നതെന്ന് അറിയോ? അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ, അതവിടെ നിൽക്കട്ടെ. നമുക്കിനി നെക്സ്റ്റ് നോക്കാം. കൺഫ്യൂഷൻ വരും, ഞാൻ ടെക്സ്റ്റ് നോക്കി കഴിഞ്ഞാല് കൺഫ്യൂഷൻ വരും. അപ്പൊ അജിത്ത് വാണ്ടേന്ന് പറഞ്ഞല്ലേ കൊടുത്തേക്കണേ? അത് ഞാൻ പറഞ്ഞുതരാം. വണ്ടേർഡ് ഒന്നും കൊടുക്കെങ്കിലും കുഴപ്പമില്ല, ഞാനത് പറഞ്ഞുതരാം. ഇപ്പോ വൈ ആർ ടു ലേറ്റ് വരെ നിൽക്കുക, അതുവരെ നിങ്ങൾക്ക് ഓക്കെ ആയോ? നമുക്ക് ക്വസ്റ്റ്യൻസ് വൺ വേർഡ് ക്വസ്റ്റ്യൻ ഉണ്ട്, അല്ലാത്ത ക്വസ്റ്റ്യൻ ഉണ്ട്. വൺ വേർഡ് ക്വസ്റ്റ്യൻ ഉണ്ട്, എസ് ഓൾഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. 2 ക്വസ്റ്റ്യൻസും ഇല്ലേ? ആ രണ്ടിന് നമ്മൾ റിപ്പോർട്ട് ചെയ്ത രീതി വ്യത്യാസമുണ്ട്. ഓക്കെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ നേരത്തെ ചോദിച്ച വൈ ആർ യു ലേറ്റ് എന്ന് പറയുന്നത് വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. വൺ വേർഡ് മീൻസ് കുറച്ച് നമുക്ക് എന്തുകൊണ്ട് ലേറ്റ് ആയി ആൻസർ ഉണ്ട് പറയാനായിട്ട്, അല്ലെ? പക്ഷെ നമ്മൾ വേറെ എന്തെങ്കിലും എസ് ഓൾഡ് ക്വസ്റ്റ്യൻ എന്താണ്, അത് വ്യത്യാസമുണ്ട്. രണ്ടാണ്. അപ്പൊ ഫസ്റ്റത്തെ ഏതായിരുന്നു? വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് മനസ്സിലായോ? വൈ ആർ യു ലേറ്റ് എന്നുള്ളത് നമ്മളിങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നത് മനസ്സിലായോ? അവിടെ വരെ നിൽക്കണ്ട കേട്ടോ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. എന്തായാലും ഞാൻ ആദ്യം മുതലേ ഞാൻ പറഞ്ഞുതരും. ഓക്കെ, എക്സാമ്പിളിലൂടെ നമുക്ക് പറയുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. നെക്സ്റ്റ് നോക്കി കുഴപ്പമില്ല, എക്സാമ്പിൾസിലൂടെ നമുക്ക് പഠിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ അത് മനസ്സിലായി, അത് നോക്കണ്ട. ഓക്കെ, ഒരു കാര്യം ചെയ്യൂ കേട്ടോ, സ്റ്റേറ്റ്മെന്റ് നന്നായിട്ട് പഠിക്കാം. ഇനി സ്റ്റേറ്റ്മെന്റ് പഠിക്കാതെ വരരുത് കേട്ടോ, കാരണം അങ്ങോട്ടുള്ള എല്ലാം പഠിക്കണമെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്. ആ ടെൻസ് എങ്ങോട്ടൊക്കെ മാറുന്നു എന്നുള്ളത് എപ്പോഴും നമുക്ക് ക്ലാസ്സിൽ അത് പറയാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് വരും, എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ക്ലിയർ? ഓക്കെ മാം. യെസ്, ഓക്കെ. സോ സൈൻ ഔട്ട് പറയാം കേട്ടോ. അതിന്റെ പേരാ സൈൻ ഔട്ട് പറയൂ. Good morning, everyone. It's my pleasure to deliver the sign out today's class. Thank you, ma'am. Thank you, all my classmates. See you in the next class. Thank you, ma'am. Okay, so thank you all. See you on next class. Okay, bye.